അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ അയ്യോ എന്ന് വിളിക്കാതെ, അമ്മേ എന്ന് വിളിക്കാതെ ഇൻകിലാബ് വിളിച്ചവരെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. രക്തസാക്ഷികൾ ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഇമാതിരി മുദ്രാവാക്യങ്ങൾ നിരന്തരം യുവാക്കൾക്കിടയിൽ ഇങ്ങനെ മുഴക്കി അതിൽ ഒരു പറ്റം ചെറുപ്പക്കാരെ ആവേശത്തിലാക്കി അവരെ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് മുന്നിലേക്കും അതേപോലെ പോലീസിൻ്റെയൊക്കെ മുന്നിലേക്കും ഇങ്ങനെ തള്ളിവിട്ട് പിന്നീട് അവരെ പാർട്ടിയുടെ രക്തസാക്ഷികളാക്കി പ്രഖ്യാപിച്ച് അതിൽ അഭിമാനം കൊള്ളുന്നവരാണല്ലോ CPM എന്ന് പറയുന്ന ഇവിടെയുള്ള പാർട്ടി. എന്നാൽ ഇത്തരം അർത്ഥശൂന്യമായിട്ടുള്ള ഏർപ്പാടുകൾക്ക് ഇപ്പോൾ ചെറുപ്പക്കാർ തയ്യാറായി മുന്നോട്ട് വരാത്തത് പാർട്ടിക്ക് വലിയ സങ്കടം ഈ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ രക്തസാക്ഷികളെ സംഘടിപ്പിക്കുവാൻ ഇവർ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇപ്പോൾ ഓടി നടക്കുകയാണ്. പാർട്ടി സമ്മേളനങ്ങളിലാകട്ടെ എവിടെയാകട്ടെ ആ മുഷ്ടി ചുരുട്ടിയിട്ടുള്ള മുദ്രാവാക്യം വിളിയോടൊപ്പം അങ്ങനെ ചേർത്ത് വയ്ക്കേണ്ട ഒന്നാണ് രക്തസാക്ഷികൾ എന്നാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. അതിന് റോഡിൽ വെറുതെ ഉരുണ്ടു വീണ് മരിക്കുന്നവരെ പോലും ഏറ്റെടുത്ത് രക്തസാക്ഷികളാക്കി മാറ്റുവാൻ ഇവരൊക്കെ തയ്യാറുമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം 2 സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ജിതിൻ ഷാജിയുടെ കാര്യത്തിലും സംഭവിച്ചത്. വാഹന കച്ചവടക്കാരായ വിഷ്ണുവും അയാളുടെ സംഘാംഗങ്ങളും ഈ മരിച്ച ജിതിൻ്റെ സുഹൃത്തായ അനന്തവും തമ്മിലുണ്ടായ വാഹന ഇടപാടിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള ഒരു അടിപിടിയാണ് പിന്നീട് ഈ കത്തിക്കുത്തിൽ കലാശിച്ചതെന്നാണ് ഇപ്പോൾ പറയുന്നത്. പോലീസിൻ്റെ FIRലും ഇത് തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. വിഷ്ണുവിൻ്റെ കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചുള്ള ആക്രമണത്തിലാണ് ജിതിൻ മരണപ്പെട്ടത്. ഒരാൾ കൊല്ലപ്പെടുന്നത് എന്തും അത് തീരാ ദുഃഖമാണ്. മരണപ്പെട്ട ആളുകളുടെ ആ കുടുംബത്തിന് ഇനി ആരെന്ത് തന്നെ നൽകിയാലും ആ വീട്ടുകാരുടെ കണ്ണുനീരിന് പകരം ഒന്നും വിലമതിക്കില്ല. എന്നാൽ ഈ പത്തനംതിട്ടയിലെ പെരുന്നാട് മടത്തുമൂഴിയിൽ കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലുണ്ടായ ഈ കൊലപാതകം അത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുവാനാണ് CPM പോലുള്ള ഒരു പാർട്ടി ഇപ്പോൾ ശ്രമിക്കുന്നത്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആ മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും അടക്കമുള്ള CPMൻ്റെ ഒട്ടുമിക്ക നേതാക്കളും ഈ കൊലപാതകം ഒരു രാഷ്ട്രീയ കൊലപാതകമാക്കി ചിത്രീകരിക്കുവാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ദൃഷ്ടിയിൽ ജിതിൻ ഒരു CPMൻ്റെ സജീവ പ്രവർത്തകനായിട്ടാണ് അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ജിതിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ BJP RSS സംഘമാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും മറ്റു നേതാക്കളും. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ജിതിൻ്റെ അമ്മയെ കണ്ട മാധ്യമ പ്രവർത്തകരോട് അയാളുടെ അമ്മ തുറന്നു പറഞ്ഞത്, ഇവിടെ നാം എല്ലാവരും എല്ലാ ദൃശ്യമാധ്യമങ്ങളിലൂടെയും കണ്ടവരാണ്, തൻ്റെ മകൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല എന്നും ജിതിൻ്റെ ബിസിനസ് ആവശ്യത്തിനായി വേണ്ടി മാത്രമാണ് CPMൻ്റെ ഒരു തൊഴിലാളി യൂണിയനിൽ ചേർന്നതെന്നുമാണ്. മാത്രമല്ല വിദേശത്തുള്ള 2ാമത്തെ മകനും അടക്കം തങ്ങൾ ആരും ഒരു പാർട്ടിയുടെയും ആളല്ല എന്ന് പറയുവാൻ ആ അമ്മ ഒരു മടിയും കാണിച്ചില്ല. എന്നാൽ സ്വന്തം മകനെക്കുറിച്ച് ഒരു അമ്മ പറയുന്നതൊന്നും കാര്യമാക്കേണ്ടതില്ല, അത് പാർട്ടി പറയുന്നതാണ് വേദവാക്യമെന്ന രീതിയിലാണ് CPMൻ്റെ നേതാക്കളുടെ ഇപ്പോഴത്തെ എല്ലാ പ്രതികരണങ്ങളും പുറത്തു വരുന്നത്. ഇവർ എന്താണ് സത്യത്തിൽ ഇവിടെ പ്രതീക്ഷിക്കുന്നത്? മരിച്ചത് CPMൻ്റെ സജീവ പ്രവർത്തനാണെന്ന് വരുത്തി തീർത്ത് തങ്ങൾക്ക് വിരോധമുള്ള RSSൻ്റെയും BJPയുടെയൊക്കെ പ്രവർത്തകരെ അങ്ങനെ കള്ളക്കേസിൽപ്പെടുത്തി പരമാവധി തുറുങ്കിലടക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഈ കൊലപാതകം ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പ്രവർത്തകരെ മനസ്സിലാക്കി CPMൻ്റെ ആ വികാരജീവികൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉടൻ തിരിച്ചും പ്രതികരിക്കട്ടെ എന്നാണ് അത് രണ്ടാമത്തെ കാര്യം. അങ്ങനെ മുട്ടനാടുകളെ ഇങ്ങനെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്നും ചോര കുടിച്ച് നിർവൃതിയടയുന്ന ഈ കുറുക്കൻ്റെ ഒരു മാനസിക അവസ്ഥയിലായിരിക്കുകയാണ് CPM എന്ന് പറയുന്ന ഭരണപക്ഷ പാർട്ടി.